സുപരിചിതനായ നടനാണ് ബാല. ബാലയുടെ ആരോപണങ്ങളും നടൻ ഉന്നയിക്കുന്ന കാര്യങ്ങളും വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവാറുള്ളത്. മുൻ ഭാര്യ അമൃത സുരേഷിനെതിരെ നടൻ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. ഇതിനെതിരെ അമൃത രംഗത്ത് വരികയും ചെയ്തതോടെ പ്രശ്നങ്ങൾ കൂടുതൽ ചർച്ചയായി. എന്നാൽ ഇപ്പോൾ തനിക്കെതിരെ ആരോപണവുമായി വന്ന യൂട്യൂബർക്കെതിരെ ബാല പറഞ്ഞ കാര്യങ്ങളാണ് വൈറലാവുന്നത്. ചെകുത്താൻ എന്ന പേരിലൂടെ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയനായ ആൾക്കെതിരെയാണ് രൂക്ഷ വിമർശനവുമായി നടൻ എത്തിയിരിക്കുന്നത്. ചെകുത്താൻ എന്ന പേര് പോലെ അദ്ദേഹം പിശാചാണ്, വിഷമുള്ള പാമ്പാണ് എന്നാണ് ബാല പറയുന്നത്. ബീപ് സൗണ്ടിൽ സിനിമയെയും സിനിമാക്കാരെയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ നിൽക്കുന്നവർക്കെതിരെ ശബ്ദമുയർത്തുക എന്നത് എന്റെ കടമയാണ്. എന്റെ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ്. ഞാനൊരു നടനായതുകൊണ്ട് പറയുന്നതല്ല, സാധാരണ പൗരനായിട്ടാണ് പറയുന്നതെന്ന് ബാല സൂചിപ്പിക്കുന്നു. മാത്രമല്ല, രാജ്യം പത്മഭൂഷണും പത്മശ്രീയും കേണൽ പദവിയും നൽകി ആദരിച്ച മനുഷ്യനാണ് മോഹൻലാൽ. അദ്ദേഹത്തിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ ചെകുത്താനെ പോലെ ഒരാൾക്ക് യാതൊരു യോഗ്യതയുമില്ല. എന്നിട്ടും വളരെ മോശമായി അദ്ദേഹത്തെ തെറി പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം എങ്ങനെയാണ് കേട്ടിരിക്കാൻ കഴിയുന്നതെന്നും ബാല ചോദിക്കുന്നു. തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യണം. തമിഴ്നാട്ടിൽ ബെയിൽവാൻ രംഗനാഥൻ എന്നൊരാൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് അയാൾ. പ്രമുഖ നടീനടന്മാരെ കുറിച്ചെല്ലാം വളരെ മോശമായി സംസാരിക്കുന്നത് കാണാം. ആ സൂപ്പർ താരത്തിന്റെ മുറിയിൽ ഈ നടി പോയി കിടന്നു എന്ന് യൂട്യൂബിലൂടെ വിളിച്ചു പറഞ്ഞ് കാശുണ്ടാക്കുന്നയാൾക്ക് എതിരെ തമിഴ്നാട്ടിൽ ആരും പ്രതികരിച്ചില്ല. ഞാൻ മാത്രമാണ് ശബ്ദമുയർത്തിയത്. ഇതൊന്നും അനുവദിച്ചു കൊടുത്തുകൂടാന്ന് ബാല പറയുന്നു. കുറച്ചു മുൻപ് നടൻ കൊല്ലം സുധി മരിച്ച സമയത്ത് അവതാരകയായ ലക്ഷ്മി നക്ഷത്ര കരഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ നാണമില്ലേ എന്ന് ചിലർ ചോദിച്ചത്. അങ്ങനെ ചോദിക്കുന്ന അയാൾ ഒരു മനുഷ്യനാണോ? കലാഭവൻ മണി സർ മരിച്ചപ്പോൾ കേരളം മുഴുവൻ കരഞ്ഞു. മമ്മൂട്ടി സാർ അടക്കം ഇമോഷണലായി. അതൊരു നാണക്കേടാണോ? ഒരാൾ മരിക്കുമ്പോൾ വർഷങ്ങളോളം കൂടെയുള്ള ആളുകളും കരഞ്ഞുപോകും. അതിനെ നാണമില്ലേ എന്ന് ചോദിച്ച് കളിയാക്കുന്നതിനെ ഞാൻ ചോദ്യം ചെയ്തതാണ് പ്രശ്നമെന്നും നടൻ പറയുന്നു. യൂട്യൂബിലൂടെ വരുമാനമുണ്ടാക്കാൻ മറ്റുള്ളവരെ തേജോവധം ചെയ്യുന്നത് ശരിയല്ലെന്നാണ് നടന്റെ അഭിപ്രായം. ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടാണ് സിനിമ. അവിടെ ചായ കൊണ്ടുവരുന്ന ആൾ മുതൽ പോസ്റ്റ് ഒട്ടിക്കുന്ന ആൾ വരെ വരുമാനമുണ്ടാക്കുന്ന ഇൻഡസ്ട്രിയാണ്. കടം വാങ്ങിയും ലോൺ എടുത്തും ഭാര്യയുടെ കെട്ടുതാലി വിറ്റും സിനിമ നിർമ്മിച്ച് തിയേറ്ററിൽ എത്തിക്കുമ്പോൾ അത് കാണാതെ വിമർശിച്ച് യൂട്യൂബിലിട്ട് ഒരു വ്യക്തി മാത്രം കാശുണ്ടാക്കുക എന്നത് സ്വാർത്ഥതയാണ്. പലരുടെയും ജോലി ഇല്ലാതാക്കിയാണ് അയാൾ പണം ഉണ്ടാക്കുന്നതെന്ന് ബാല കൂട്ടിച്ചേർത്തു. തമിഴിൽ നിന്നും മലയാളത്തിലേക്ക് എത്തിയ നടൻ ബാല കേരളത്തിലാണ് കൂടുതൽ സജീവമായത്. നായകനായും വില്ലനായിട്ടുമെല്ലാം നിരവധി സിനിമകളിൽ താരം അഭിനയിച്ചു. ഷഫീഖിന്റെ സന്തോഷം എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ ബാലയുടേതായി കേരളത്തിൽ പുറത്തിറങ്ങിയ ചിത്രം. തമിഴിൽ അണ്ണാത്തെ എന്ന സിനിമയിലും നടൻ അഭിനയിച്ചിരുന്നു. സിനിമാ അഭിനയം മാത്രമല്ല, സന്നദ്ധ പ്രവർത്തനങ്ങളിലും സജീവമാണ് ബാല. തന്റെ വരുമാനത്തിന്റെ നല്ലൊരു ഭാഗം നിർധനരുടെ വീട് നിർമ്മാണത്തിനും ചികിത്സയ്ക്കും പഠനത്തിനും മറ്റുമാണ് ബാല ചിലവഴിക്കുന്നത്. ഒരുപാട് പേർ ദിവസവും ബാലയെ അന്വേഷിച്ച് സഹായം ചോദിച്ച് എത്താറുണ്ട്. തന്റെ സന്നദ്ധ പ്രവർത്തനങ്ങളുടെ വീഡിയോ ബാല സോഷ്യൽ മീഡിയ വഴി നിരന്തരമായി പങ്കുവെക്കാറുള്ളത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ഇതിനെതിരാണ്. താൻ ചെയ്യുന്ന സഹായങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി പരസ്യപ്പെടുത്തി ചീപ്പ് പബ്ലിസിറ്റിയാണ് ബാല ഉദ്ദേശിക്കുന്നതെന്നാണ് വിമർശകരുടെ വാദം. സിനിമ സീരിയൽ താരങ്ങൾ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത് സാധാരണമാണ്. എന്നാൽ ബാലയെ പോലെ അവരാരും ഓരോന്നും വീഡിയോ ആയി സഹായം സ്വീകരിക്കുന്നവരുടെ ഐഡന്റിറ്റി അടക്കം വെളിപ്പെടുത്തി വീഡിയോ പങ്കിടാറില്ല. അത് തന്നെയാണ് ബാലയുടെ വീഡിയോകൾ കാണുമ്പോൾ ജനങ്ങൾ വിമർശിക്കാൻ കാരണവും. എന്തൊരു പ്രഹസനമാണ് സജി, കുറച്ച് കാശ് കൊടുത്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്ത് നാട്ടുകാരെ അറിയിക്കുന്നു. ആളുകളെ കയ്യിലെടുക്കാനുള്ള ഡ്രാമയല്ലേ ഇതൊക്കെ? എങ്ങനെ സാധിക്കുന്നു? ഇങ്ങനെ പോകുന്നു ബാലയെ വിമർശിച്ചുള്ള കമന്റുകൾ. കഴിഞ്ഞ ദിവസം മുൻ ഭാര്യ അമൃത ബാല പറഞ്ഞ ചില പ്രസ്താവനകൾ തെളിവ് സഹിതം തള്ളി രംഗത്തെത്തിയത് വലിയ വാർത്തയായിരുന്നു. മകളെ ചൊല്ലിയാണ് ബാലയും മുൻ ഭാര്യ അമൃതയും തമ്മിലുള്ള ശീതയുദ്ധം നടക്കുന്നത്.